ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല വേറിട്ട രീതിയിലുള്ള ഒരു മത്തിക്കറിയാണ്. അപ്പോൾ മത്തിക്കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. എങ്കിൽ പോലും ഇന്നത്തെ ഇതിന്റെ കൂട്ടെന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ കുറച്ച് കുരുമുളക് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ ഞാൻ ഈ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് വെച്ചിരുന്നതാണ്. കാരണം ഇതൊരു 10 മിനിറ്റ് മുൻപ് വേണം നമ്മൾ ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് അരച്ച് മാറ്റി വെച്ചേക്കാം. അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ സാധാരണ എല്ലാ കറിയിലും കുടംപുളിയാണ് ചേർക്കാറ്. അപ്പൊ ഇന്ന് നമ്മൾ ഇതിലേക്ക് വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയും സാധാരണ വെള്ളത്തിൽ തന്നെ ഒന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പുളിനീരാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ടുള്ള ചീൻചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ഉണ്ട്. ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വളരെ ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനടുത്ത് മതി, അത്ര തന്നെ എടുക്കണ്ട, ഉലുവ പൊടിച്ചത്, ഇത്രയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാകി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളം തിളച്ച് വരുന്ന കൂടത്തിൽ തന്നെ നേരത്തെ അരച്ച് വെച്ചിരുന്ന കുരുമുളകിന്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. കാരണം ആ കുരുമുളകിന്റെയും ആ മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നതിന് വേണ്ടി 2 മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒരുവിധം വറ്റി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു നേരത്തെ. അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ഈ മസാലക്കൂട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം മീൻ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ മത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായി. നല്ല തിക്ക് ഗ്രേവിയാണ്. കണ്ടോ, നമ്മുടെ ആ കുരുമുളകൊക്കെ അരച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി ആണെങ്കിലും നല്ല തിക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. നമ്മൾക്ക് സാധാരണ നമ്മൾ മുളക് പൊടിയും കുടംപുളിയൊക്കെ ഉപയോഗിച്ച് കഴിച്ച് ശീലിച്ചവർക്ക് ഇതൊരു വേറിട്ട രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.